ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ ജീവിതത്തിൻ്റെ യാത്രയിൽ അവൻ കാത്തുകൊള്ളേണ്ട ചില കാര്യങ്ങൾ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തുടർന്നുള്ള സമയങ്ങൾ അതാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ നീ പ്രാപിച്ച ദൈവകൃപ കാത്തുകൊള്ളണം എന്നത്രേ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണുനീരിൽ, ഉപവാസത്തിൽ, പ്രാർത്ഥനയിൽ, വചനധ്യാനത്തിൽ ദൈവം സൗജന്യമായി തന്ന, ദൈവം കൃപ തോന്നി തന്ന ആ ദൈവത്തിന്റെ കൃപ നാം ഒരിക്കലും അഗണ്യമാക്കുവാൻ പാടില്ല, ഉപേക്ഷയായി വിചാരിക്കാൻ പാടില്ല. ജീവിതയാത്രയിൽ അത് കൈമോശം വരാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത്, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ നിങ്ങൾ ആരും അഭക്തനായി തീരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവൻ പിന്നേത്തതിൽ മാനസാന്തരത്തിന് വേണ്ടി ഇട തേടിയിട്ടും സ്വർഗത്തിൽ ദൈവം അവന് അവസരം കൊടുത്തില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഊണിന് അവൻ ജ്യേഷ്ഠാവകാശം, അല്ലെങ്കിൽ ഒരു പായസത്തിന് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞു, ദൈവകൃപ നഷ്ടപ്പെടുത്തി. പിന്നേത്തതിൽ ആ പൗരോഹിത്യ ശുശ്രൂഷ താൻ ആഗ്രഹിച്ച് കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും കാലുപിടിച്ചിട്ടും ദൈവം അവസരം കൊടുത്തില്ല. അതുകൊണ്ടത്രേ നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവകൃപ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോശയെ നോക്കുക. മോശ പർവ്വതത്തിൽ കയറി ചെന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ തിരുക്കരത്തിൽ അവൻ വെട്ടിയെടുത്ത ചെത്തിയെടുത്ത ആ 2 കൽപ്പലകകളിലാണ് 10 കൽപ്പനകൾ മോശയുടെ കയ്യിൽ എഴുതി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എന്നാൽ മോശ പർവ്വതത്തിന്റെ അടിവാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ കൽപ്പലക എറിഞ്ഞ് ഉടച്ചു കളയുകയാണ്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, നീ തന്നെ ഒരു കൽപ്പലക ചെത്തിയെടുത്തുകൊണ്ട് പർവ്വതത്തിൽ കയറി വരിക. നീ ചെത്തിയെടുത്തുകൊണ്ട് വരുന്ന ആ കൽപ്പലകയുടെ മേൽ ഞാൻ 10 കൽപ്പന എഴുതി തരും. ഒന്നാമതായിട്ട് കൽപ്പന ദൈവം ചെത്തിയെടുത്തതാണ്, ദൈവം വെട്ടിയെടുത്തതാണ്, ദൈവം എഴുതി കൊടുത്തതാണ്. പക്ഷേ മോശ അത് അഗണ്യമാക്കിയപ്പോൾ, മോശ അത് എറിഞ്ഞ് ഉടച്ചു നശിപ്പിച്ചു കളഞ്ഞപ്പോൾ, താഴ്വരയിൽ താൻ തകർത്ത് കളഞ്ഞപ്പോൾ സ്വർഗത്തിൽ ദൈവം പറയുകയാണ്, ഇനി ഒരു എഫേർട്ട് എടുത്ത് നീ അധ്വാനിച്ച് നീ തന്നെ വെട്ടിയെടുത്ത് ചെത്തിയെടുത്ത് നീ ആ കൽപ്പനകൾ കൊണ്ടുവരുമ്പോൾ അതിന്മേൽ ഞാൻ എഴുതി തരാം. പ്രാരംഭത്തിൽ ദൈവം സൗജന്യമായി കൊടുത്തതാണ്, ഒരു അധ്വാനവും ഇല്ലാതെ കൊടുത്തതാണ്, അത് ഫ്രീ ആയിട്ട് തന്നെ ഏൽപ്പിച്ചതാണ്. പക്ഷെ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ അത് പ്രാപിച്ചെടുക്കാൻ കുറച്ച് കരയേണ്ടി വന്നു, കുറച്ച് വിയർപ്പൊഴുക്കേണ്ടി വന്നു, കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം സൗജന്യമായി തന്ന കൃപ തോന്നി തന്ന കാര്യങ്ങൾ നാം നഷ്ടപ്പെടുത്തരുത്. പിന്നീട് അത് പ്രാപിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായി തീരുവാനിടയായി തീരും. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവം ശൗൽ എന്ന് പറയുന്ന ആ രാജാവിനെ കുറിച്ച് ഇങ്ങനെ അരുളി ചെയ്യുകയാണ്, ഞാൻ മുൻ രാജാവിനോട് ദൈവകൃപ എടുത്തു കളഞ്ഞതുപോലെ, അത് മുൻ വാഴ്ചക്കാരനോട് ദൈവം അവിടുത്തെ കൃപ എടുത്തു കളയുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ചിന്ത, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന കൃപ പാട്ടുപാടാനാണോ, പ്രാർത്ഥിക്കാനാണോ, പ്രസംഗിക്കാനാണോ, പ്രവചിക്കാനാണോ, എന്തിനാണ് ദൈവം പകർന്നിരിക്കുന്നത്? ആ താലന്തുകൾ വ്യാപാരം ചെയ്താട്ടെ, അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്, അത് കാത്തു സൂക്ഷിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, അതുകൊണ്ട് ആരും അടയ്ക്കാത്ത ഒരു വാതിൽ ഞാൻ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു. ആർക്കു വേണ്ടിയാണ് ദൈവം വഴി തുറന്നത്? ആർക്കു വേണ്ടിയാണ് ദൈവം വാതിൽ തുറന്നത്? ആർക്കു വേണ്ടിയാണ് ദൈവം തൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി തുറന്നു കൊടുക്കുന്നത്? അത് വചനം കാത്തവന് വേണ്ടി, വചനത്തിന് വേണ്ടി നിന്നവന് വേണ്ടി, വചനം പ്രമാണിച്ചവന് വേണ്ടി ദൈവം ആരും അടയ്ക്കാത്ത ഒരു വഴി തുറക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 14:15 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നത്ര രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെ, വചനം കാക്കാൻ കഴിയുമോ? കൽപ്പനകൾ കാക്കാൻ കഴിയുമോ? പ്രമാണത്തിന് വേണ്ടി ഒറ്റയ്ക്ക് ഉള്ളെങ്കിലും തനിയെ ഉള്ളെങ്കിലും അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നിവരെ നിൽക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് വേണ്ടി അത്രേ ദൈവം ആരും അടയ്ക്കാതെ വണ്ണം വഴി തുറക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും കാത്തുകൊള്ളുവാൻ തിരുവചനത്തിൽ ഓർപ്പിക്കുന്ന അതേ ആശയം വരുന്ന മറ്റൊരു വാക്യമാണ് യാക്കോബ് 1:27 എഴുതിയിരിക്കുന്നത്. മൂന്നാമതായി നാം ചിന്തിക്കാൻ പോകുന്ന കാര്യം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലാണ്.
ദൈവത്തിന്റെ മുൻപാകെ നിർമ്മലവും ശുദ്ധവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മുൻപാകെ നിർമ്മലമായുള്ളത്, ശുദ്ധമായുള്ളത്, യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് പാട്ടുപാടുന്നതും പ്രാർത്ഥിക്കുന്നതും സ്തോത്രം ചെയ്യുന്നതും പ്രസംഗിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും മാത്രമല്ല കേട്ടോ. പിന്നെയോ അനാഥരുണ്ട്, വിധവമാരുണ്ട്, സാധുക്കളായ ആളുകളുണ്ട്. അവരുടെ സങ്കടത്തിൽ ചെന്ന് നാം കാണുന്നതും അപ്പോൾ തന്നെ നമ്മെ തന്നെ ലോകത്താലുള്ള കളങ്കം പറ്റാതെ വിശുദ്ധിയോടെ, വേർപാടോടെ, നിർമ്മലതയോടെ സൂക്ഷിക്കുന്നതാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്നെ തന്നെ കാത്തുകൊള്ളുവാൻ, നിന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയെ കാത്തുകൊള്ളുവാൻ അവിടെ ദൈവവചനം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ 1 തിമോഥെയോസിന്റെ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതിയത്: ആരുടെ മേലും നീ വേഗത്തിൽ കൈവയ്ക്കരുത്, അന്യന്റെ പാപങ്ങളിൽ നീ ഓഹരിക്കാരനാകരുത്, പിന്നെയോ നിന്നെ തന്നെ നീ കാത്തുകൊള്ളുക. 1 ദൈവകൃപ പ്രാപിച്ചത് കാത്തുകൊള്ളണം, 2 വചനം കാത്തുകൊള്ളണം, 3 നമ്മെ തന്നെ നാം കാത്തുകൊള്ളുവാൻ ദൈവവചനം ഓർപ്പിക്കുന്നു. 4-ാമത്തെ ചിന്ത 2 തിമോഥെയോസ് 4:17 പൗലോസ് ഇങ്ങനെ പറയുന്നു: ഞാൻ നല്ല പുറപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എനിക്കിനി നീതിയുടെ കിരീടം ദൈവം വെച്ചിരിക്കുകയാണ്. അതെ, വിശ്വാസം കാക്കണം. ദൈവം നമുക്ക് ഒരിക്കലായി പകർന്നു തന്ന വിശ്വാസം, ദൈവം ഒരിക്കലായി നമ്മെ ഭരമേൽപ്പിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസം, നമ്മുടെ നിർമ്മല മനസ്സാക്ഷിയിൽ നാം സൂക്ഷിക്കപ്പെടുന്ന ആ വിശ്വാസം, അത് കാത്തുകൊള്ളേണ്ടത് ആവശ്യമാണ്. പലരുടെയും വിശ്വാസത്തിന്റെ കപ്പൽ തകർന്നു പോയപ്പോൾ, പലരും വിശ്വാസത്തിൽ ഇടറി വീണപ്പോൾ, പിന്മാറിപ്പോയപ്പോൾ, വിശ്വാസം ശുദ്ധ ഹൃദയത്തിൽ, ശുദ്ധ മനസാക്ഷിയിൽ സൂക്ഷിക്കപ്പെട്ടവരായി അന്ത്യത്തോളം പിടിച്ച വിശ്വാസത്തെ മുറുകെ പിടിക്കണമെന്നും, അല്ല വിശ്വാസം കാത്തു എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നത് പോലെ ദൈവമക്കൾ വിശ്വാസം കാക്കണമെന്നും ദൈവം ആഗ്രഹിക്കുകയാണ്. നഹൂമിന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: സംഹാരകൻ നിനക്കെതിരെ കയറി വരികയാണ്, അതുകൊണ്ട് കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക എന്നൊക്കെ ദൈവവചനം അവിടെ ഓർപ്പിക്കുന്നുണ്ട്. പിശാചിന്റെ പോരാട്ടങ്ങൾ, ദുഷ്ടന്റെ തീയമ്പുകൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ, ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികൾ, അങ്ങനെ എല്ലാ നിലകളിലും ഒരു ദൈവവൈദ്യനെതിരെ സംഹാരകൻ കടന്നു വരുന്നത് പോലെ കടന്നു വരുമ്പോൾ, വെല്ലുവിളികൾ, ബന്ധനങ്ങൾ, കഷ്ടതകൾ, പോരാട്ടങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവ് പറയുകയാണ്, സംഹാരകൻ കടന്നു വരുമ്പോൾ കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അര മുറുക്കുക, നിന്നെ തന്നെ ശക്തീകരിക്കുക എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, പോരാട്ടത്തിൽ തകർന്നു പോകരുത്, പ്രതികൂലത്തിൽ തകർന്നു പോകരുത്, ബന്ധനത്തിൽ തകർന്നു പോകരുത്. കോട്ട കാത്തോണം കേട്ടോ, പിടിച്ചു നിന്നോണം കേട്ടോ, ശത്രുവിനോട് എതിർത്ത് നിന്നോണം കേട്ടോ. നമ്മളൊരു കളിക്കളത്തിലല്ല, നമ്മളൊരു യുദ്ധക്കളത്തിലത്തെ ആയിരിക്കുന്നത്. അതുകൊണ്ട് പിശാചിനോട് നമുക്ക് എല്ലായ്പ്പോഴും പോരാട്ടമുണ്ട്. 7-ാമതായിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34:13 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. നമ്മുടെ നാവ് ഒരു തീ തന്നെയെന്ന് യാക്കോബ് പറയുമ്പോൾ സങ്കീർത്തനക്കാരൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 39-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്ന് പറയുകയാണ്. 141-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ തനിക്ക് നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ കഴിയയില്ല എന്ന തീരുമാനത്തിൽ നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല. 34-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യത്തിൽ ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും കാത്തുകൊള്ളുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് 141:3 താൻ പ്രാർത്ഥിക്കുകയാണ്: യഹോവേ, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി അധരദ്വാരത്തെ നീ കാത്തുകൊള്ളണമേ. സ്തോത്രം. പലർക്കും പിടിച്ചടക്കുവാൻ, നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവയവം അത്രേ നാവ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു: വായ്ക്കൊരു കാവൽ നിർത്തണമേ, അധരദ്വാരത്തെ നീ കാത്തുകൊള്ളണമേ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും നീ കാത്തുകൊള്ളുക. സ്തോത്രം. ഒടുവിലായി ഞാൻ പറഞ്ഞു നിർത്തട്ടെ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കാത്തുകൊള്ളുന്ന നിങ്ങൾ. ആമേൻ. സ്തോത്രം. ഒടുവിലായി നാം കാത്തുകൊള്ളേണ്ടത് എന്താണ്? യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കാത്തുകൊള്ളണം. 1 പ്രാപിച്ച ദൈവകൃപയെ കാത്തുകൊള്ളണം. 2 ദൈവത്തിന്റെ
വചനത്തെ കാത്തുകൊള്ളണം. 3 ജീവിതത്തെ കാത്തുകൊള്ളണം. 4 വിശ്വാസം കാത്തുകൊള്ളണം. 5 കോട്ട കാത്തുകൊള്ളണം. 6 ഹൃദയത്തെ കാത്തുകൊള്ളണം. 7 ദോഷം ചെയ്യാതെ നാവിനെ കാത്തുകൊള്ളണം. 8 യേശുക്രിസ്തുവിനെ മടങ്ങി വരവിനെ കാത്തുകൊള്ളണം. ഇനി കാത്തുകൊള്ളേണ്ട ചില കാര്യങ്ങൾ കൂടെ ഉണ്ടെങ്കിലും ആമേൻ, സമയം മുൻപോട്ട് പോയതുകൊണ്ട് ഞാനിവിടെ പര്യവസാനിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. ദൈവം ചിലതിനെ കാത്ത് നിർത്തുവാൻ, ദൈവം ചിലതിനെ സൂക്ഷിച്ചു നിർത്തുവാൻ, ദൈവം ചിലതിനെ കാക്കുവാൻ നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല കർത്താവേ, വചനം കേട്ട എല്ലാവരെയും ഐശ്വര്യമായി പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ബെൽ ബട്ടൺ അമർത്തിയിടുവാനും ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.